ലാളിത്യം. ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന യേശുനാഥൻ്റെ വാക്കുകൾക്കുള്ള നിരന്തരവും പ്രവൃത്തിപരവുമായ പ്രത്യുത്തരമായിരുന്നു മദർ പേത്രയുടെ ജീവിതം. ഈ സാക്ഷാത്കാരത്തിനായി തനിക്കു ചുറ്റുമുള്ള ദരിദ്ര ലക്ഷ്യങ്ങളിൽ ഒരാളായി ജീവിക്കാൻ, യേശുവിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപമാകാൻ, മതിലുകളില്ലാതെ ആർക്കും കയറി ചെല്ലാവുന്ന തുറസായ ജീവിത രീതി മദർ പേത്രയ്ക്കായി ലോകരക്ഷകൻ തരപ്പെടുത്തി. പാവപ്പെട്ടവരുടെ ഹൃദയസ്പന്ദനങ്ങളും മനോനൊമ്പരങ്ങളും കഷ്ടനഷ്ടങ്ങളും സ്വയം ഏറ്റുവാങ്ങി അന്നുള്ള അപ്പം ഭക്ഷിച്ച് ദരിദ്രരിൽ ദരിദ്രയായി ദരിദ്രർക്ക് വേണ്ടി ദരിദ്രരെ പോലെ ജീവിക്കുവാനും കഠിനാധ്വാനവും ദാരിദ്ര്യം ഒന്നു മാത്രം കൈമുതലായി ജീവിക്കാൻ വെമ്പൽ കൊണ്ട് തൻ്റെ സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജീവിച്ച മദർ പേത്ര ദീനദാസി ഞങ്ങൾക്കെന്നും മാതൃകയാണ്. തൻ്റെ ജീവിതശൈലി പാവപ്പെട്ടവരുടെ ജീവിതശൈലിയോടൊപ്പം ലളിതമായിരിക്കണമെന്ന് മദർ പേത്രയ്ക്ക് നിർബന്ധമായിരുന്നു. ആദ്യകാലങ്ങളിൽ പുതിയ മഠങ്ങൾ ആരംഭിച്ചപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത വിജന പ്രദേശത്ത് വീടും കൂടുമൊന്നുമില്ലാതെ പുല്ലുമേഞ്ഞോലക്കുടിലുകളിൽ മറയായി തെങ്ങിൻ്റെ ഓലകൾ നാട്ടിവെച്ച് അതുകൊണ്ട് വാതിലും ഉണ്ടാക്കി ചാണകം കൊണ്ട് മെഴുകിയ തറയിലിരുന്നുള്ള പ്രാർത്ഥനയും ഭക്ഷണവും ഉറക്കവുമൊക്കെ ഒരാവേശമായിരുന്നു. ആദ്യകാലങ്ങളിൽ മദറിനോടൊത്ത് അത്തരത്തിൽ ജീവിച്ചതിൻ്റെ സംതൃപ്തിയും സന്തോഷവും ഇന്നെനിക്കുണ്ട്. സാധാരണക്കാരുടെ ഭക്ഷണരീതി മദർ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഇതിൽ ചിലതൊക്കെ ദേവദാസൻ സിക്കൊളച്ചനാണ് പഠിപ്പിച്ചത്. ശൂന്യതയുടെ പര്യായമായ പട്ടുവം പാറമുള്ളുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ മദറിൻ്റെ കാലിൽ കൂടി രക്തം വരാറുണ്ടായിരുന്നു. യാത്രകൾ എല്ലാം പലപ്പോഴും നഗ്നപാതയായിട്ടായിരുന്നു. ഒപ്പം ഞങ്ങളും അതനുകരിച്ചു. പട്ടുവത്തെ കുശവ സ്ത്രീകൾ പാള കൊണ്ട് ചെരുപ്പുണ്ടാക്കിയിട്ടിരുന്നത് ഞങ്ങൾ മദറിനെ കാണിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇല്ലായ്മയിൽ പരാതിയില്ല. എല്ലാം ഒരുതരം ആവേശവും അഭിമാനവുമായിരുന്നു. സിംപ്ലിസിറ്റി ഷുഡ് ഷോ ദ മോസ്റ്റ് ഇൻ യുവർ ബിഹേവിയർ. എളിമ എന്ന പുണ്യം നിങ്ങളുടെ സ്വഭാവത്തിലാണ് കാണിക്കേണ്ടത് എന്ന മദറിൻ്റെ വാക്കുകളുടെ ചിറകിൻ കീഴിലാണ് ദീനസേവന സഭ മുന്നോട്ടു പോകുന്നത്. ആ ചിറകിൻ കീഴിൽ ഞങ്ങൾ എന്നും സുരക്ഷിതരാണ്.